ഇപ്പോൾ നമ്മുടെ ഹനുമാൻ കൈൻഡ് പുതിയ വന്നത് തെയ്യത്തിൻ്റെ വിഷ്വൽസാണ് ഇട്ടുള്ളത്. പാടുന്നത് അതല്ലെങ്കിലും പക്ഷേ പലർക്കും ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും. പക്ഷേ എനിക്ക് ആ തെയ്യത്തിന് ഒരു വലിയ ഒരു യൂണിവേഴ്സാലിറ്റി കിട്ടുന്ന ഒരു കാര്യമല്ലേ അത്. ലെറ്റ് പീപ്പിൾ മേലേരി കാണട്ടെ വന്നിട്ട് അവർ തെയ്യം കാണട്ടെ, എന്നിട്ട് ഇത് ഓക്കെ ഇത് ഉപയോഗിച്ചു എന്നൊക്കെ ആളുകൾ കണ്ടാലല്ലേ സഹായിക്കുള്ളൂ. പടയണിയുടെ തന്നെ എടുത്താൽ പടയണിയുടെ സംസ്കാരം പത്തനംതിട്ട ജില്ല വിട്ടു പോയിട്ടില്ല. ആ ഫോം തന്നെ തൊട്ടടുത്തുള്ള കോട്ടയം ജില്ലയ്ക്കോ ആലപ്പുഴ ജില്ലയ്ക്കോ പടയണിയുടെ സംസ്കാരത്തിനെ മനസ്സിലാക്കണമെന്നോ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നോ തോന്നിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഉത്തര മലബാറിലെ തെയ്യവും ഗുളികനും പിന്നെ പൂരക്കളിയും ഒക്കെ. അപ്പോൾ ഈ കേരളം പോലെയുള്ള ഇങ്ങനെ കിടക്കുന്ന മലബാറും തിരുവിതാംകൂറും ഒക്കെ ആയിട്ട് കിടക്കുന്ന ഈ ചെറു നാട്ടുരാജ്യങ്ങളായിരുന്ന അത് നമ്മൾ ഫീൽ ചെയ്യണത് ഇത്തരം സംസ്കാരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കണം. സോ ബേസിക്കലി ദീസ് ഫോംസ് ആർ ഒന്ന് അത് ആ നാട് തന്നെ അബ്സോർബ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ ഇപ്പോൾ തെയ്യം കാണാൻ തിരുവനന്തപുരത്ത് നിന്നും പോകുന്നുണ്ട്, പടയണി കാണാൻ തൃശ്ശൂരിൽ നിന്ന് ആളുകൾ വന്ന് കാണുന്നു. പക്ഷെ കണ്ടുപോവുകയുള്ളൂ, അവർ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടില്ല ഇപ്പോഴും. അപ്പോൾ കർണാടക സംഗീതത്തിന് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഈസ് ഓർ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് കർണാടക സംഗീതം ആ കാര്യത്തിൽ കുറച്ചുകൂടി സിനിമയിലും ഒക്കെ ഉപയോഗിച്ചതുകൊണ്ട് കർണാടക സംഗീതത്തിന് കുറച്ചുകൂടി ഒരു പാൻ കേരള പ്രസൻസിന് സാധ്യത കിട്ടിയത് സിനിമയുടെയും കൂടി ഒരു വരവോട് കൂടിയാണ്. സിനിമ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രവീന്ദ്രൻ മാഷിൻ്റെ പാട്ട് അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ട് ഒരു കർണാടക സംഗീതത്തിൻ്റെ ഒരു പ്രിമൈസിൽ നിന്ന് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനെല്ലാം ബ്രേക്ക് ചെയ്ത് ആ സംഗീതത്തിന് വളരാൻ സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ കർണാടക സംഗീതം റാദർ ദൻ ഓവർ പവറിങ് എനി അതർ ഫോക്ക് സോങ്സ്, ഞാൻ പറയുന്ന ആ സംസ്കാരം തന്നെ കുറച്ച് റിസ്ട്രിക്റ്റീവ് ആയിരുന്നു, ഇപ്പോഴുമാണ്. ദാറ്റ്സ് വാട്ട് ഐ വാസ് ട്രൈയിങ് ടു സേ. എൻ്റെ ഒരു കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ടല്ല ചോദിക്കുന്നത്, ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ചോദിക്കുന്നത്. കാരണം നമ്മൾ ഈ പറയുന്ന അതേ കാര്യം തന്നെയാണ് നമ്മുടെ നാഞ്ചി അമ്മയ്ക്ക് അവാർഡ് കിട്ടിയ സമയത്ത് ട്രൈബൽ സിംഗറിനെ മറ്റേ കലക്കാത്തയ്ക്ക് അവാർഡ് കിട്ടുന്നു. ഇതാണോ സംഗീതം എന്ന് സംഗീതജ്ഞന്മാർ തന്നെ പരസ്യമായിട്ട് അത്ഭുതം പ്രകടിപ്പിക്കുന്നു. ഇവർക്ക് മറ്റേ ശുദ്ധ സംഗീതം പാടാൻ അറിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അത് എത്രത്തോളം ശരിയായ ഒരു കാര്യമാണ്? ഒട്ടുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഈ നാഞ്ചിയമ്മ പാടുന്ന പോലെ എനിക്ക് ജീവിതത്തിൽ പാടാൻ പറ്റില്ല. അവരുടെ ആ വോയിസ് കൾച്ചറും അവരുടെ ആ പാട്ടിൻ്റെ രീതിയും ടെക്സ്ചറും അപ്പം അതിനെ റെസ്പെക്റ്റ് ചെയ്യണതായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്ത് അവർക്ക് അവാർഡ് കിട്ടിയത്. വിദ്യാധരൻ മാഷ്ക്ക് ഇതുമാതിരി സംഗീതജ്ഞനായിട്ടുള്ള ബെസ്റ്റ് സിംഗർ അവാർഡ് ഇപ്രാവശ്യം സർക്കാർ കൊടുത്തുമല്ലോ. അത് ഇതുമാതിരി തന്നെയാണ്. അപ്പോൾ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ടല്ലേ അറിയപ്പെടേണ്ടത് എന്ന് ചോദിച്ചാൽ അല്ല, അദ്ദേഹം നന്നായി പാടി ഒരു കൾച്ചർ കേൾപ്പിക്കുകയാണ്, അദ്ദേഹത്തിന് അവാർഡ് കിട്ടണ്ടേ. അതിന്റെ തുടർച്ചയായിട്ട് നമ്മുടെ TM കൃഷ്ണയുടെ അവാർഡിന്റെ കോൺട്രവേഴ്സി. അതെന്താ ഞാൻ പറയണ്ടത്? പറയൂ, എന്ത് ചോദിച്ചാൽ എന്ത് പറയണമെന്ന് അപ്പം തീരുമാനിക്കാം. ഒന്നുമല്ല, TM കൃഷ്ണയ്ക്ക് ആ അവാർഡ് കിട്ടാൻ ഡിസർവിംഗ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതെ. പക്ഷേ ആ പേരിലുള്ള അവാർഡ് കൊടുക്കരുത് എന്ന് മാത്രമാണ് പലരുടെയും പിടിവാശി. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ഇറ്റ്? ആ പേരാണോ പ്രശ്നം, അതോ TM കൃഷ്ണയ്ക്ക് കൊടുക്കുന്നതാണോ പ്രശ്നം? എനിക്ക് തോന്നുന്നത് അതിനകത്ത് ഒരുപാട് ബാക്ക് സ്റ്റോറീസ് കാണാൻ സാധ്യതയുണ്ട്. കൃഷ്ണയ്ക്ക് നാച്ചുറലി ഹി ഡെഫിനറ്റ്ലി ഡിസേർവ്സ് ദറ്റ് അവാർഡ്, അതിൽ ആരും തർക്കമില്ല. സുബ്ബലക്ഷ്മിയുടെ പേരിൽ നമ്മൾ എത്രയോ അവാർഡുകൾ അല്ലാണ്ട് കൊടുക്കണു. ആ ഒരു പ്രത്യേക ആൾക്ക് കൊടുക്കുമ്പോൾ MS സുബ്ബലക്ഷ്മിയുടെ അവാർഡ് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വളരെ നാരോ വ്യൂ ആണ് തോന്നുന്നത്. പക്ഷേ അതേസമയം അദ്ദേഹം പല കാര്യങ്ങളും കോൺട്രവേഴ്സ്യലായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ എം സബ്സ്ക്രൈബിങ് ടു ഓൾ ഓഫ് വാട്ട് ഹി സേസ്, നോ, നോട്ട് അറ്റ് ഓൾ. ബട്ട് ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ബ്രോഡ് മൈൻഡഡ്നെസ് ആവശ്യമുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആർട്ടിസ്റ്റിൻ്റെ വ്യൂ പോയിന്റ്സ് അല്ല അതിൽ പ്രധാനമാണ്. എക്സാക്ട്ലി. സർ, ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ വെൻ യു ആക്ച്വലി ടേക്ക് കർണാടക സിസ്റ്റമാറ്റിക് മ്യൂസിക് ആസ് യു സേ, ശാസ്ത്രീയ സംഗീതം ആൻഡ് ഫോക്ക് ആർട്സ്, ഇതുപോലെ ഇത് രണ്ടും കൂടെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ മേ ബി പീപ്പിൾ വിൽ സേ ദാറ്റ് യു ഡിറൈവ്ഡ് ഈ സിസ്റ്റമാറ്റിക് ആർട്സ് ഫ്രം ഫോക്ക് ട്യൂൺസ് ഒക്കെ കളക്ട് ചെയ്ത് റിഫൈൻ ചെയ്തിട്ടാണ് ഇതുണ്ടായത് എന്നുള്ളൊരു
മീൻസ് ദർ ഇസ് എ ജനറൽ ടോക്ക് അബൌട്ട് ദാറ്റ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സംഗീതത്തിന് ഒരു കോമൺ ഉറവിടം എവിടെയെങ്കിലും ഉണ്ടോ? അല്ല, ഫസ്റ്റ് ഞാൻ ആ പറഞ്ഞത് പറഞ്ഞു ഒന്നുകൂടെ പറയാം. അതായത് ഫോക്കിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള രാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതല്ലാതെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഫോക്കൊന്നും ഡിറൈവ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരു കോമൺ സോഴ്സ് എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രകൃതിയിൽ നിന്ന് തന്നെയല്ലേ ഇതൊക്കെ വന്നിട്ടുള്ളത്. പ്രകൃതിയിൽ നിന്ന് നമ്മൾ കേട്ടതും അനുഭവിക്കണതും എന്ന് തോന്നുന്ന ശബ്ദങ്ങൾ കൊണ്ട് അതിനെ സംഗീതമാക്കി മാറ്റി തന്നെ, അത് റിഫൈൻമെൻറ്റ് പ്രോസസ്സിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് മ്യൂസിക്കൽ ലാംഗ്വേജ് തമ്മിലുള്ള ഡയലോഗ് പോസിബിൾ ആണോ? ഡിപ്പെൻസ്. നമ്മൾ എങ്ങനെ അതിപ്പോൾ ഇപ്പോൾ പല ഫ്യൂഷൻ നടക്കണം തന്നെ അങ്ങനെ തന്നെയല്ലേ. ഇപ്പം നമ്മളിപ്പോൾ ഇപ്പം ഞാനൊരു ഫോക്ക് സോങ് ആണ്, സുന്ദരൻ ചേർപ്പെൺമയിലേ അന്തരംഗമാമയലേ എന്ന് പാടുന്നത് ഒരു തെമ്മാങ്ക, ഒരു ഫോക്ക് സാധനമാണ്. പക്ഷേ ഞാനത് കച്ചേരിക്ക് പാടുന്നുണ്ട്. ഇപ്പോൾ ഡയലോഗ് പോസിബിൾ ആണല്ലോ. പക്ഷെ നമുക്ക് അതിൻ്റെയൊക്കെ എക്സ്റ്റെൻറ്റ് നമ്മൾ മ്യൂസിഷ്യൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് എത്ര എക്സ്റ്റെൻറ്റ് വരെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലാവാം എന്നുള്ളത്. അങ്ങനെയാകുമ്പോൾ ഈ രണ്ട് ശാസ്ത്രീയമായ പദ്ധതികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലൈക്ക് യു ഹാവ് സങ് ഹിന്ദുസ്ഥാനി ഓൾസോ ആൻഡ് കർണാടിക്. ഹിന്ദുസ്ഥാനി പാടിയിട്ടില്ല, ഹിന്ദുസ്ഥാനി പോലെ ഇരിക്കുന്ന ഒരു കാര്യം. What I'm trying to ask is why is there the constant rivalry between Karnataka? അങ്ങനെ ഉണ്ടോ? റൈവൽറി ഒക്കെ ഉണ്ടോ? റൈവൽറി അല്ല, obviously you are not accepted. കർണാടക സംഗീതത്തിൽ വരുമ്പോൾ ഹിന്ദുസ്ഥാനിനെ ഒന്ന് താഴ്ത്തി, അവിടെ ചെല്ലുമ്പോൾ ഓക്കെ യു ആർ ഫ്രം ദി സൗത്ത്. അപ്പൊ ഒരു ഡിഫറൻസ് ഇസ് ഓൾവേസ് there because many people have spoken. അല്ല, അത് ഇത് തന്നെയാണല്ലോ. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു സംസ്കാരത്തിൽ ഫെമിലിയർ ആയിട്ടുള്ള സംസ്കാരത്തിനെ നമ്മൾ നന്നായിട്ട് വിചാരിക്കുക തന്നെയല്ലേ. അത് തന്നെയാണ് സംഗീതത്തിലും സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതം കേരളത്തിൽ ഫേമസ് ആയിട്ട് വരുന്നത്, there are lot of students ലേണിംഗ് ഹിന്ദുസ്ഥാനി സംഗീതം. അപ്പോൾ അതിൻ്റെ ആ ട്രെൻഡിൻ്റെ റീസൺ ഒരുപക്ഷെ ഒന്നാമത് കോഴിക്കോടിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഗസൽ, ഈ അറബ്, പേർഷ്യൻ മ്യൂസിക്, ഇസ്ലാമിക് മ്യൂസിക്, ഇതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ്, ഗസൽ, സൂഫി സംഗീതം, ഇതിൻ്റെയൊക്കെ പ്രാധാന്യം കൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ നമ്മൾ കർണാടക സംഗീതം ലേശം കുറവുള്ള സ്ഥലങ്ങളാണ് ഇപ്പോൾ കണ്ണൂർ, കോഴിക്കോട് ഭാഗങ്ങളിൽ. പക്ഷെ അവിടെ ഗസലും സ്ഥിരമായിട്ട് ബാബുക്കട പാട്ടുകളും പാടുന്നൊരു എന്താണ്, എല്ലാ ദിവസവും അവർ പല പല വീടുകളിലും പാട്ടുകൾ സംഭവിക്കുന്നുണ്ട്. ഹാർമോണിയം വെച്ച് അവർ ഗസലിഷ് സോങ്സാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ആ സംസ്കാരമാണത്. അവിടെ ഉണ്ടായിട്ടുള്ള ഒരു ചരിത്രപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്തരം സംഗീതത്തിനെ അത്തരം ആളുകളും വന്ന് എന്താ പറയുക ജീവിക്കുകയും അവിടുത്തെ ആളുകളായിട്ടുള്ള സമ്പർക്കമൊക്കെ കാരണമാണ് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഒരു റിലീജിയസ് കൊണോട്ടേഷൻ ഉണ്ടോ മ്യൂസിക്കിൽ? വേണമെങ്കിൽ പറയാം. റിലീജിയസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നമ്മുടെ കേരളം എപ്പോഴും ഒരു സിൻക്രറ്റിക് കൾച്ചറല്ലേ, എല്ലാ തരത്തിലുള്ള. യമൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ആളെ പരിചയപ്പെട്ടു. അയാൾ അപ്പം ഞാൻ ചോദിച്ചു, അതെയോ, അപ്പോൾ എവിടെന്നാണ് വരണമെന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാൻ യമൻ എന്ന് വെച്ചാൽ 7 ജനറേഷനായിട്ടും യമനിയാണ് അദ്ദേഹം. ബ്ലൂ ഐസൊക്കെയാണ്. കണ്ടു കഴിഞ്ഞാൽ മലയാളം പറയുമെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അയാൾക്ക് നമ്മുടെ അറബനമുട്ട്, ദഫ് മുട്ടും അറബനമുട്ടും പാടുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ഒരു ഒരു ഇങ്ങനെയുള്ള അനവധി കൾച്ചേഴ്സിൻ്റെ ഒരു അല്ലേ. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ എത്ര പേരെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഒരു ജൂയിഷ് സംഗീതം, അങ്ങനെ പല 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 ഇപ്പോൾ ജൂത മലയാളം തന്നെ, ജൂത മലയാള പാട്ടുകളുണ്ട്, അറബി മലയാളങ്ങളുണ്ട്, പാട്ടുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം ഈ പൊറാട്ടിൻ്റെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ കൂട്ടപ്പാട്ട്. ഇതൊന്നും നമുക്ക് പാടാനേ പറ്റില്ല. അവർ പാടുന്ന ഒരു കാര്യം നമുക്ക് പാടാൻ പറ്റില്ല. എത്ര കർണാടക സംഗീതം പഠിച്ചാലും യു കനോട്ട് സിംഗ് ഇറ്റ്. അതാണ് ആ സംസ്കാരം. അത് ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. വട്ടപ്പാട്ട് കേട്ടോ, കൂട്ടപ്പാട്ടല്ല, വട്ടപ്പാട്ട്. സർ നേരത്തെ പറഞ്ഞൊരു കാര്യം, കച്ചേരി നടത്തുമ്പോൾ അത് ട്രാൻസ്ഫീൽ കിട്ടാൻ ഓഡിയൻസിന്റെ പങ്കും വളരെ വലുതാണെന്ന് സാർ പറഞ്ഞിരുന്നു. ഇല്ല, പറഞ്ഞിട്ടില്ല. ഓഡിയൻസ് ഒരു സ്റ്റേജ് ഞാൻ പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേരള മ്യൂസിക് ടേസ്റ്റ് വളരെയധികം മാറിയിട്ടുണ്ടല്ലോ. ആളുകളുടെ യങ്സ്റ്റേഴ്സിന്റെ മ്യൂസിക് ടേസ്റ്റ് വളരെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിന് പണ്ടത്തെ പോലത്തെ ഒരു ഓഡിയൻസ്, കേൾക്കാനും ആസ്വദിക്കാനുമുള്ള ഓഡിയൻസ് ഇപ്പോഴുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, ധാരാളം. നമ്മളിപ്പോൾ പണ്ടും കർണാടക സംഗീതത്തിന് കുറച്ച് ആളുകളെ കേൾക്കാനുള്ളത്, ഇപ്പോഴും കുറച്ച് ആളുകളെ കേൾക്കാനുള്ളൂ. കർണാടക സംഗീതത്തിൻ്റെ ഓഡിയൻസിൻ്റെ വലിപ്പം എസ്പെഷ്യലി ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുകയാണെങ്കിൽ
ലീഡ് ചെയ്യും. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് ഒരു കച്ചേരിക്ക് വരണത്. ഇന്നും ഇപ്പോൾ ഒരു ലെറ്റ്സ് എ കൃഷ്ണയുടെ ഒരു കച്ചേരി അല്ലെങ്കിൽ രഞ്ജിനി ഗായത്രിയുടെ ഒരു കച്ചേരി, ഇവരുടെയൊക്കെ കച്ചേരിക്ക് ഒരു 1000 പേരുണ്ടാവും. അപ്പോൾ കച്ചേരിക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ ജനറലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആൾക്കൂട്ടം വന്നിരുന്നൊരു കാലമേ ഉണ്ടായിട്ടില്ല ഒരു കച്ചേരിക്കും ഒരു കാലത്തും. അതിനൊരു നീഷ് ഓഡിയൻസ് എപ്പോഴും ഉണ്ടാവുള്ളൂ. പക്ഷെ കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം അതിന് ഒരു പെനിട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. മ്യൂസിക് ഹാസ് സ്പ്രെഡ് ഡ്യൂ ടു വേരിയസ് റീസൺസ്. കേരള ഇസ് ദ മോസ്റ്റ് മ്യൂസിക്കലി ലിറ്ററേറ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി. അത് ഒരു സത്യം തന്നെയാണ്. അതിന് നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ സാധാരണ സ്കൂളുകൾ, നമ്മുടെ സ്വാതിരുന്നാൾ മ്യൂസിക് കോളേജിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അതുപോലെയുള്ള മ്യൂസിക് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾ അവർ പുറത്ത് വന്നിട്ട് പ്രൈവറ്റായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാരണങ്ങളുണ്ട്. സോ ഇപ്പോൾ കേരളത്തിലെ ഏത് പഞ്ചായത്ത് പോയാലും ഒരു പാട്ട് ടീച്ചറെങ്കിലും ഒരു മ്യൂസിക് ടീച്ചറെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പൂജ ഒരു സ്കൂൾ ടീച്ചറായിട്ട് മാറാൻ പോവാണ്. അപ്പോൾ ഷീ ഈസ് ഗോയിങ് ടു ടീച്ച് ലോട്ട് ഓഫ് പീപ്പിൾ. അപ്പോൾ ഞാൻ പറയണത് ഇങ്ങനെ ദർ ഇസ് ദിസ് ഇങ്ങനെ ഒരു ട്രിഗർ ഉണ്ട്, കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. പിന്നെ ഈ റിയാലിറ്റി ഷോ വൺ ഓഫ് ദ ഫാക്ടേഴ്സ്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരു സംഗതി എന്താണെന്നൊക്കെ പറയാൻ അറിയില്ലേ. അപ്പോൾ അത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും വരണമെന്നില്ല, നിർബന്ധമില്ല.